ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ എണീച്ച് ഞാൻ ഫ്രഷപ്പൊക്കെ ആയി. ഷുട്ടു എണീച്ചിട്ടില്ല, ഞാൻ അവളെ താഴെ കൊണ്ടേ കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എണീച്ചിട്ടാകുമ്പോൾ ഒന്ന് ഫ്രഷപ്പൊക്കെ ആക്കണം. ഞാനിങ്ങനെ മരുന്നെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നത്, ചായ കുടിക്കാനായിട്ടില്ല. ഇന്ന് കുറച്ച് വെയിലുണ്ട്, പക്ഷേ മഴയുണ്ട്. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയോ കാര്യമൊന്നുമില്ല. വീട്ടിൽ തന്നെയാണ്, എവിടെയും പോകാനൊന്നുമില്ല. നാളെ പരിപാടിയുണ്ട്. നാളെ ഷുട്ടുവിന് പോളിയോ കൊടുക്കാൻ പോകണം. പോളിയോ അല്ല, വൈറ്റമിൻസിൻ്റെ 6 മാസം കഴിഞ്ഞ് കൊടുക്കാനുള്ളതായിരുന്നു. 1.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ദോശയും ചെറുപയർ കറിയായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴായിരുന്നു ഞാൻ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നേ. കുട്ടപ്പന് പോകാൻ ടൈം ആയതുകൊണ്ട് പിന്നെ ആൾ വേഗം കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്, ഡ്യൂട്ടി ഉണ്ട്. സോ ഇതാ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ആളിറങ്ങി. ഇനിയിപ്പം ഞാൻ ഷുട്ടു എണീക്കുന്നതിന് മുന്നേ ചിലപ്പോൾ കുടിക്കും, ടൈം പറയാൻ പറ്റില്ലല്ലോ. ആൾ എണീച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്ന് ഫ്രഷപ്പ് ആക്കിയിട്ടൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ. പ്ലാച്ചി എങ്ങോട്ട് പോവുക? ഞാൻ എപ്പോഴും രാവിലെ മേലെ എടുത്ത് കൊണ്ടേക്കലുണ്ടായിരുന്നു ഗുളിക. പക്ഷെ ഞാൻ അങ്ങ് വീട്ടിൽ പോയി വന്നതിന് ശേഷം വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് താഴെ വന്നിട്ട് ഞാൻ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നേ. സോ ഇപ്പോൾ അരമണിക്കൂർ കഴിയാണ്ട് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്നേ. ചായ കുടിച്ചിട്ട് ബാക്കി എന്തെങ്കിലും പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ രവിയങ്കിൾ വരുന്നുണ്ട് തോന്നുന്നു. മീനിൻ്റെ ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. ആ നോക്കിയിരുന്ന് ആ രവിയേട്ടൻ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കൊഞ്ചന, ഇന്നലെയെല്ലാം കൊഞ്ചം കൂട്ടിയോണ്ട് ഇനി നമ്മൾ വേണ്ടാന്ന് വെച്ചു. നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളെ മീനെല്ലാം വന്നു പോയി. നമുക്കിന്ന് മത്തിയാണ് കിട്ടിയേ. ഇനിയിപ്പം ഞാൻ പോയിട്ട് എന്താ ചായ കുടിക്കട്ടെ. അതുവരെ എൻ്റെ ഫോണൊന്ന് കുത്തിയിടണം, ചാർജില്ല. ഷുട്ടൂപ്പി എണീച്ചിട്ടില്ല. ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളെ ഷുട്ടൂപ്പി എണീച്ചു. ചുറ്റാ നീ നോക്കൂ, നീ നോക്കില്ല. മത്തി നമുക്കിന്ന് മത്തിയാണ്. ഷുട്ടിന് എത്ര മത്തി വേണോ? എത്ര മത്തി വേണോ? മത്തി വേണ്ട. എണ്ണ നമ്മക്ക് ഷുട്ടൊന്നുമില്ല. എല്ലാം റിമൂവ് ചെയ്ത് കളയണം. വെള്ളപ്പൊടി ഉണ്ട്, അത്രയും വെക്കാം. അത്ര പേസ്റ്റ് എടുക്കാവും ബേബീസ്, അല്ലെങ്കിൽ വായി കൊള്ളും. ഓ വായി നമുക്ക് മുത്തശ്ശീനെ എല്ലാം കാണാൻ പോകണല്ലോ. വേഗം വെള്ളം കാണുമല്ലോ. നമ്മൾ കുറെ അങ്ങോട്ടേക്ക് പോകുമ്പോ കുറേ പുഴ കാണാൻ പറ്റും ഷുട്ടു ബേബിക്ക്. വേഗം അച്ഛൻ വരണം. അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാട്ടോ. ഓക്കെ ഓക്കെ, അങ്ങനെയൊന്നും തട്ടിക്കല്ല, പച്ച ചെയ്യാം. എന്റെ പെഷിന് എന്താ ചൊടിയുണ്ടോ? ഷുട്ടിന് കൊതു കടിച്ചു കാശല്ലേ. ഷുട്ടു പിന്നെ കണ്ണിനെല്ലാം കൊതു കടിച്ചു. എന്താ നമുക്ക് പോണോ? അച്ഛ വരണം. മുത്തശ്ശനെ കാണാൻ പോണല്ലോ. നോക്കട്ടെ. മുടി കെട്ടാ, കണ്ണിലെല്ലാം മുടി വീഴുന്നു. ഉണ്ട് കിറ്റി കണ്ണില്. കണ്ണ് തൊണ്ട ഭാഗം തൊണ്ട.
little baby, I'm so in love. അടക്കമ്മ തോർത്തട്ട കണ്ണ് വേദനയുണ്ടോ ബാക്കി സൈഡ്? വേദനയുണ്ടോ? അമ്മ തൊടുമ്പോ വേദനയുണ്ടോ? ഇല്ല. നമ്മള് ടെസ്റ്റൊക്കെ മാറി നമ്മള് റെഡിയായി കാശ്. ഇനി നമ്മൾ ദോശ ഉണ്ടേ. ലൈറ്റ് ഓഫ് ചെയ്ത് ദോശ ഇട്ടു. പിന്നെ ദോശ ചെരുപ്പായ അതാരാ ചുട്ടു? അമ്മയ്ക്ക് കാണിച്ച. ഓ ഇതാരാ നോക്കട്ടെ. ഇതാരാ ചുട്ടാ? അതാരല്ല? ആ മറ്റേതാരാ? ചുട്ടിന്റെ കണ്ണിന് എന്തോ കൊതുക് എന്തോ പഠിച്ചിട്ടുണ്ട്. ചുട്ട അരച്ചിട്ടല്ലേ വെക്കും നമ്മള്. മത്തി അമ്മ മുളകെല്ലാം പെരക്കി സെറ്റാക്കി. ഇതെന്തിനാ അമ്മ പൊരിക്കാനാ? ഇത് ചുട്ടുവിനെ പൊരിക്കാൻ. ഇന്നത്തെ മത്തിക്ക് കുറേ കിണറുണ്ട്. ചുട്ടാ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഓളെ തന്നെ വീഡിയോ കണ്ടിരിക്കുന്നുണ്ട്. ഷുട്ടൂപ്പിന്റെ കുഞ്ഞു ഷുട്ടു അല്ലേ ചുട്ടാ? അതിലാരല്ലേ? ആരും ഒന്നും അറിയുന്നില്ല. അമ്മയുണ്ടോ? ചുട്ടു അമ്മയുണ്ട്. നീ അതിനകത്ത് ഉണ്ടാവുമ്പോ ശ്രദ്ധ പുറത്തേക്കാണല്ലോ. അങ്ങനെയല്ല അച്ഛൻ പഠിക്കുക. വേനയുണ്ടാ? കണ്ണ് വേനയുണ്ടാ? തൊടുമ്പോ നോക്കട്ടെ അമ്മ. ഉള്ളില് മേലത്തെ പോളെന്നുള്ള മേനുള്ളിൽ മേലെയാണ് എറുമ്പ് കടിച്ചാലും വരും. എറുമ്പ് കടിച്ചാലും ചുണ്ടും ചുണ്ടും കണ്ണെല്ലാം തടിക്കും. കാണിച്ചിട്ടുണ്ട്. കണ്ണ് കാണിച്ചു. കണ്ണ് നോക്കട്ടെ. ഇല്ല പോട്ടെ. രാവിലത്തെ ഷുട്ടൂൻ്റെ പിന്നാലെയുള്ള പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നില്ല. കുറച്ചധികം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ മുറ്റത്തൊരു വാഴക്കൂമ്പ് പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ മീൻകറിയിൽ അരച്ച് വെക്കാമെന്നായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുമ്പോൾ നമ്മളിവിടെ സോയാബീൻസ് ഇരിപ്പുണ്ടായിരുന്നു. സോയാബീൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് യൂട്യൂബൊക്കെ നോക്കിയിട്ട്, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ കുറച്ച് റെസിപ്പിയെല്ലാം അമ്മ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ മമ്പയറിൻ്റെ സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചു. കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാനിതാ നമ്മളെ കറി അടുപ്പത്ത് അയച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈൻ്റെ മീനും കറിയിലെ മീനെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് കൂമ്പ് ഉപ്പേരി വെക്കാമെന്ന് വെച്ചാൽ വാഴേൻ്റെ കൂമ്പില്ലേ, അത് ഉപ്പേരി ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പറിക്കണം, എന്നിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പച്ചക്കറിയൊന്നും അങ്ങനെ വെക്കുന്നില്ല, വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മീൻകറി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും മീൻകറി മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങ് കളഞ്ഞു ഗുണ്ടേ. ഇനി വേറെ വരും. ഓ ഉപ്പ് നോക്കാനായില്ല. മത്തി അടിഞ്ഞില്ലല്ലോ.
ആയില്ല, ഉപ്പ് നോക്കാനായില്ല, ഇത് തിളക്കട്ടെ. മരുന്നോ? ഉണ്ട്. മഴ പൊടിയുന്നുണ്ട് അച്ഛമ്മേന്ന് പറ. അത് ടി വിൻ്റെ റിമോട്ടാണ്. അമ്മ വഴക്കോ അറിയിച്ചിട്ടുന്ന ചുരി അമ്മ. മഴ പെയ്യുന്നുണ്ടോ? നന്നാക്ക കൊണ്ടുപോയി അച്ഛൻ ചോടുന്നണ അതിരാ. നമ്മൾ മാമ്പ് പറിച്ചില്ല, നമ്മൾ കൂമ്പ് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ചെറുതായിട്ട് മാറ്റി. നമുക്ക് സോയാബീനില്ലേ, ചെറിയ ബീൻസ്, അതുണ്ടായിന്. അപ്പോൾ അത് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട്. അത് ഒരു 8 വിസിൽ വേണ്ടി വരില്ല അമ്മ? പൊതിർത്തിയിട്ടില്ലല്ലോ നമ്മൾ. 8 വിസിൽ വേണ്ടി വരില്ല അല്ലേ? പൊതിർത്തിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അത് ആക്കണം. വാ ഇങ്ങോട്ട് വാ. ബിനേന്റി വന്നു. അയ്യേ, ഷുട്ടു ഇങ്ങനെ ഓരോ കളിയെല്ലാം കളിച്ചിരിക്കുമ്പോഴേക്ക് ഇതാ അമ്മമ്മയും അമ്മയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ട എൻ്റെ സന്തോഷ പ്രകടനങ്ങൾ ഓരോ കുരുത്തക്കേടുമായിരുന്നു. ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കലാന്ന് പരിപാടി. മീൻസ് വാട്സപ്പിൽ വിളിക്കുമ്പോഴുള്ള എഫക്ട്സ് ഉണ്ടല്ലോ, എഫക്ട്സ് ഇട്ടിട്ട് അത് കാണിക്കും ഇത് കാണിക്കുമെന്ന് പറയലാണ് മെയിൻ മമ്മേൻ്റെയും മോളെയും പരിപാടി. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കലായിരുന്നു. ഇന്ന് ഞാൻ ചുട്ടൂന് വേണ്ടിയിട്ട് നമ്മളെ സിട്രസ് ഉണ്ടല്ലോ, സിട്രസിൻ്റെ ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഞാനും കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ പിന്നെ പോയപ്പോൾ ഇത് അമ്മ വരുമ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനം പോയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനക്കും കൂടി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുട്ടു ഞാനും കൂടെ നല്ല സിട്രസിൻ്റെ ജ്യൂസ് കുടിച്ചു. ഇത് ഞാൻ അധികം ആൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വൈറ്റമിൻ സി ആണല്ലോ, നല്ല ആയതുകൊണ്ട് കൂടുതലും ഞാൻ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ സാധനം. ഓരോ ദിവസം ഇടവിട്ട് മാത്രമേ കൊടുക്കലെന്നേ ഉള്ളൂ. നമ്മളെ ജ്യൂസെല്ലാം ആയി റെഡിയാകുമ്പോഴേക്ക് ഇതാ നമ്മുടെ സോയാബീൻസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അമ്മ എന്തായാലും ഒരു 10-11 വിസിൽ വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് നമ്മളത് പൊതിർത്തിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയില്ല, ആദ്യമായിട്ടാണ് നമ്മളിത് സാധനം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ സാധാരണ നമ്മൾ ജസ്റ്റ് യൂട്യൂബ് നോക്കിയപ്പോൾ നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണെന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്, സാധാരണ ഉപ്പേരിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ. പിന്നെ ഇത് അമ്മ കടു പൊട്ടിച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കായമുളകും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അധികം ബ്രൗൺ ഷെയ്ഡാവുന്നവർ വഴറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് അതിനകത്തേക്ക് നമ്മുടെ സോയാബീൻസിൻ്റെ സംഭവം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് അത് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കും. പിന്നെ നമ്മൾ ഇട്ട ഉള്ളിയും എന്താ പറയുക പച്ചമുളകും എല്ലാം കൂടെ അതിനകത്തേക്കൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പേരിയിൽ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. നമ്മൾ ഇതേ സെയിം പോലെ തന്നെ നമ്മൾ മമ്പയർ ചെയ്യാറുണ്ട്, അതേ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കളറ് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി സെറ്റാക്കി എടുക്കുകയോ ചെയ്തത്. പക്ഷെ അങ്ങനത്തെ മത്തം തന്നില്ല, പച്ചതല്ല മത്തമാണ്. അത് മതിർക്കും. അത് എന്ത് വാങ്ങിയുമ്പോഴേക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ സോയാബീൻ ഉപ്പേരി റെഡി. നല്ല തമ്പിക്ക് കുറച്ചും കൂടി പൊന്തിക്കുന്നുണ്ട്, മൊത്തം വായിന്ന് പുറത്തേക്ക് വന്നു. വാരിക്കൊടുത്ത് തിന്നിക്കല്ല, നോൾക്ക് വേണ്ടേ.
ഓള് നിരാഹാരത്തിലും. ഏത് ബൈക്കാ ഇത്? കസേരയാ? ഓ അതെയാ, കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. ഓ മൈ ഗോഡ്. ആ ഇന്ന ആ മതി. അപ്പൊ ഞാൻ ഫുഡ് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഓള് ഫുഡ് കഴിപ്പിച്ച് ഉറക്കാൻ കൊണ്ടുപോയി, പക്ഷെ ഉറങ്ങുന്നില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് അച്ചാച്ചനും അമ്മമ്മേനെല്ലാം കാണാൻ പോകണം, പേരാമ്പ്ര. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് റെഡി ആവണം. കുട്ടപ്പം വരുന്നുണ്ട്, അവർക്ക് ഇന്ന് ഉച്ച വരെയുള്ളൂ. അപ്പോൾ ഒന്ന് പോയിട്ടെല്ലാം വരട്ടെ. ഓക്കെ, ദേഷ്യം കുടിക്കണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പം പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് നമ്മൾ പോയിട്ട് വരട്ടെ. റെഡി ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഇതാ നമ്മൾ ഷടപടേന്ന് റെഡിയായി. യെസ്, 3 മണി. 2:30 അപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണാം. ഷുട്ടൂപ്പി ഇപ്പൊ ഉടങ്ങും അല്ലേ? പപ്പി കുച്ചോങ്ങണ്ട ഇപ്പൊ. നമ്മള് പോവാ നോക്കെ കട്ടാക്കിക്കോ. ആ അമ്മേന്റെ പിടിച്ച് റെഡിയായി മാറ്റിയൊക്കെ വരുമ്പോഴേക്കും ഇതാ 3 മണിയായി നമ്മൾ ഇറങ്ങുമ്പോൾ. പിന്നെ ഇവിടെ നല്ല വെയിലായിരുന്നു, ആ ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു. അമ്മ അപ്പോൾ ചുമ്മാ ഇങ്ങനെ അച്ചാച്ചനെ വിളിച്ച് ചോദിച്ചു, ആടെ മഴയൊന്നും ഇല്ല, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുന്ന കാര്യമൊന്നും അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ച് മഴ കുറച്ച് ചെറുതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ വരുന്നുണ്ടെന്ന് അവർ അറിയുന്നുണ്ടായിരുന്നേ. ഷുട്ടുപ്പി പിന്നെ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് വണ്ടി കയറി ഞാൻ പാൽ കൊടുത്ത് അപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ നല്ല കാടും പ്രദേശത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ, ഫുൾ ഓഫ് കാടാണ്. അപ്പോൾ നമ്മൾ ആ വഴി പോകുന്ന വഴിയാണ് നമ്മുടെ ഈ പെരുവണ്ണാമൂഴി ആ സൈഡൊക്കെ വരുന്നത്. അവിടെ നല്ല ഡാമൊക്കെ ഉണ്ട്. പിന്നെ അമ്മേൻ്റെ ഒരനിയത്തിൻ്റെ വീട് ആ സൈഡാണ്, ഒരാളുടെ വീട് എന്താ പറയുക പന്തിരി അങ്ങോട്ടുള്ള സൈഡാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുട്ടൻ പറഞ്ഞു, നമുക്കൊരു കണ്ടൻറ്റും ആയല്ലോ, എന്നാൽ പിന്നെ നമുക്കൊന്ന് ഡാമിൽ കയറി ഷുട്ടൂനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ആൾക്ക് പുറത്ത് പോയി ഈ വെള്ളം കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഒന്നുകിൽ ബീച്ച് അല്ലെങ്കിൽ ഈ പുഴ, അതൊക്കെയാണ് ഷുട്ടൂന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ്, നമ്മളൊരു 4 കിലോമീറ്റർ മുന്നോട്ട് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. മഴയുള്ള സമയമായതുകൊണ്ട് ഇതാ ഡാം നല്ല ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു, വെള്ളം ഫുള്ളും പോകുന്നുണ്ട്. ഷുട്ടു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കണ്ടപ്പോൾ തന്നെ. കടലല്ല, ഇത് ഡാമാണ്, ഡാം. ടമറ്റാറ്റയോ? ആടുണ്ടോ വകയിലാന? ആണോ? ഇതാരാ ഇത്? ശിബന്തി. ഫുൾ ഓഫ് ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. അമ്മ വരുന്നത്. ചുട്ടു ഹായ്, പോസ് ചെയ്യുന്ന അച്ഛമ്മ. കിട്ടി. ദിസ് ഈസ് പെരുവണ്ണാമൂഴി ഡാം. ഇന്നെങ്ങാനിങ്ങ എത്തുവോ? എന്നാ ഒന്ന് വേഗം വന്നോടൂ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ വിരുന്നിന് വരുന്ന സമയത്താണ് ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നത്. അതും ഞാൻ ഈ മേലെയുള്ള ഈ സംഭവത്തിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ താഴെക്കൂടെ ഇപ്പം നേരത്തെ ഫോൾസ് വീഴുന്ന കണ്ട സ്ഥലമില്ലേ, അവിടെ പോയി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ അപ്പുറത്തെ സൈഡിൽ വേറൊരു സ്ഥലമുണ്ട്, പുഴ ഒഴുകി വരുന്ന സ്ഥലമൊക്കെ, അവിടെയൊക്കെ മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ മേലെ കയറാൻ പറ്റുന്ന സമയമല്ലായിരുന്നു അപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇപ്പോഴും നമ്മൾ സംശയിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നത്, ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ അവർ കയറാമെന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ കയറിയതാണ്. ഈ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ അവിടെ മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പൂന്തോട്ടവും ഡാമും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര പൂന്തോട്ടമായിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നത് ഇപ്പം അതിന് വേണ്ടിയിട്ടല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഷുട്ടൂരെ നമ്മൾ ആ സൈഡിലേക്കൊന്നും അധികം കൊണ്ടുപോയില്ല. അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾ തിരിച്ച് വരലുണ്ടാവില്ല, അതുകൊണ്ട് നമ്മളത് കാണിച്ചില്ല.
ചുട്ടു വെള്ളം എടുത്തു. ടിൻഡിഗി ടിൻഡിഗി ടിൻ. നടന്ന് അറിയിക്കോ. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ താഴേക്ക് ഇറങ്ങാനൊരു സ്റ്റെപ്പ് ഉണ്ട്. പണ്ട് അങ്ങ് താഴെ വരെ ഇറങ്ങാനുള്ള സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആടെ പക്ഷേ ക്ലോസ് ചെയ്തിട്ടല്ല, എന്താണെന്നറിയില്ല, മഴ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ കനാലിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ സൈഡ് അടച്ചിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വാക്ക് വേ പോലത്തെ സംഭവത്തിലൂടെ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു. ഷുട്ടൂനെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അവളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നതും. കാരണം ഇങ്ങനത്തെ ഈ ഡാമും സംഭവമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളത് ബീച്ചും അതൊക്കെയായിരുന്നു. നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പം പരമാവധി അവളെ കൂട്ടാൻ ശ്രമിക്കാറുണ്ട്. കാരണം കുട്ടിക്ക് ഈ ട്രാവൽ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ, പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ താഴേക്ക് ഇറങ്ങിയില്ല, അമ്മ മേലെ തന്നെ ഇരുന്നു. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കാല് വേദനയൊക്കെ ആയതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ അടിയിരുന്നു. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നങ്ങ് പോയതാ. വേറെ പ്രത്യേകിച്ച് കാണാനോ സംഭവമൊന്നുമില്ല. ഇങ്ങനെ കുറേ കാടാണ് മൊത്തമായിട്ട്. പിന്നെ വെള്ളം വീഴുന്നതും കാണാം. അങ്ങനെ ഷുട്ടൂനെ നമ്മൾ പിടിച്ച് വെച്ചേക്കുമായിരുന്നു. ആ സൈഡിലേക്കുള്ള പോക്ക് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് കുറച്ച് നടന്നത്. എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ആണല്ലോ, ആൾ അധികം എക്സൈറ്റഡ് ആണ് വെള്ളം കണ്ടിട്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിൽ കൂടെ ചുമ്മാ ഇങ്ങനെ കുറേ നേരം നടന്നിട്ട് പിന്നെ പോവുക ചെയ്തേ. നമ്മളങ്ങനെ ഹാഫ് വേ വരെ മാത്രം നടന്നു. പ്രത്യേകിച്ച് വേറെ അങ്ങോട്ടേക്കൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല. കുറേ അങ്ങനെ നടക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് കയറി. പിന്നെ എന്താ, ഷുട്ടൂനെ ജസ്റ്റ് ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക ചെയ്തേ. ഇനിയിപ്പോൾ നേരെ നമ്മൾ അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. വേറെ പോകാനൊന്നുമില്ല. അങ്ങോട്ടേക്ക് പോയി പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും. അങ്ങനെ ഷുട്ടൂനെ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും കുട്ടപ്പനൊന്ന് ബാത്റൂമിൽ പോയി. നമ്മളിതാ എല്ലാം സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ അച്ചാച്ചൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട്. അവിടെ പുതിയതായിട്ടൊരു ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്, ഒരു പട്ടിക്കുട്ടനുണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് ഇറക്കി വിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ പമ്മിയാണ് പോകുന്നത്. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലത് എന്തായാലും രണ്ടാൾ നല്ലപോലെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുമ്പോൾ അതിന് ഭയങ്കര കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ലിയാണ്, ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്യൂല ആരെയും. ടോബിയൊന്നുമല്ല, ടോബിയല്ല. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. ഷുട്ടു പിന്നെ എന്താ പറയുക, ഏച്ചിനെയൊക്കെ കണ്ടതിന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവിടുന്ന് ലാസ്റ്റ് വരുന്നില്ല എന്നുള്ള ഒരു വിധത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നല്ലോ, അപ്പോൾ അവരൊക്കെ പോയി വന്ന് ഇരിക്കുന്ന സമയമായിരുന്നു. അമ്മേനെ വിളിക്കുന്നുണ്ട്. നമ്മളവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എല്ലാം ആൾക്ക് പുറത്തിറങ്ങാത്തതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നു, കൂട്ടിക്കിടക്കുന്ന ആൾക്ക്. അപ്പോൾ ഷുട്ടൂനാളുടെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. നമ്മളെ വീട്ടിലാണെന്ന് വെച്ച് ടോബി എന്നിങ്ങനെ വിളിച്ച് നടക്കുന്നുണ്ടായിരുന്നു അവൾ. ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പുറത്തിറക്കിയാലും നമ്മളെ കടിക്കാനൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളിനെ. ആൾക്കും കോക്കി ഇല്ലല്ലോ, ഇത് വേറെയാ, ഇത് സാധനം വേറെയാ, ഇത് നമ്മളടുത്ത് അല്ലല്ലോ.
നമ്മൾ രണ്ട് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും പിന്നെ ഇതാ ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഷുട്ടു ഭയങ്കര കളിയിലായിരുന്നു ഏട്ടനും ഏച്ചിയൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി, ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഷുട്ടു ആണെങ്കിൽ വരുന്നുണ്ടായിരുന്നില്ല. ഓളിങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുക, പിന്നെ തിരിച്ച് വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് ഒളിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ആൾ വരുന്നേ ഉണ്ടായിരുന്നില്ല. ആൾക്ക് അവിടെ കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കോഴീനെയും ഏട്ടന്മാരെയും ഏച്ചിമാരെയൊക്കെ കണ്ടിട്ട് ആൾക്ക് കളിക്കാനുള്ള ആവേശത്തിൽ നിൽക്കുമായിരുന്നു ആൾ. ലാസ്റ്റ് ഏട്ടനെയും കൂട്ടിക്കൊണ്ട് ആൾ വണ്ടിയുടെ അടുത്ത് വരെ വന്നേ. അങ്ങനെ വണ്ടിയിൽ ഞാൻ എങ്ങനെയൊക്കെയോ കയറ്റിയിട്ട് ആളെ തിരിച്ചു കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ അവിടുന്ന് വരുമ്പോഴേക്കും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, ഭയങ്കര തലവേദന പെട്ടെന്ന് തന്നെ ട്രിഗറായി, നല്ല പോലെ തലവേദന വന്നു. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് തന്നെ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും തലവേദന എടുത്ത് ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ ഇതാ നമ്മളങ്ങനെ വീട്ടിലെത്തി. എനിക്ക് നല്ല തലവേദന കിട്ടിയിട്ടുണ്ട്. എന്നാ അറിയില്ല, ഇന്ന് പെട്ടെന്ന് പോയി ഉച്ചക്കൊന്നും കിടക്കാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, നല്ല തലവേദനയായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വെട്ടിപ്പൊളരുന്ന വേദനയുണ്ട്. പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഗുളിക കുടിക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ പെട്ടെന്ന് ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്യട്ടെ, ഡ്രസ്സ് മാറ്റട്ടെ. ബാത്റൂമിലൊക്കെ പോയി ഒന്ന് റെഡി ആവണം. തീരെ എനർജി ഇല്ല ഇന്ന്. ആക്ച്വലി സൈഡായി. എനിക്കിപ്പം കുറച്ച് ദിവസമായി ഇത്രയും ഹെക്റ്റിക്കായിട്ടുള്ള തലവേദന വന്നിട്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചു, പക്ഷേ പിന്നെ ഷുട്ടുവിൻ്റെ കാര്യം അറിയാമല്ലോ, ഒരു മിനിറ്റ് ആൾ എന്നെ അനങ്ങാണ്ട് എടുക്കാൻ വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷപ്പൊക്കെ ആയിട്ട് അപ്പം തന്നെ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചു. ഒന്നും ആക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഇതാ ഷുട്ടുപ്പി കളിക്കാൻ പോയിട്ടുണ്ട്. എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തലവേദനയായിരുന്നു. ഷുട്ടുവിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഈ ഒരു ഒളിച്ച് കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനും മോളും കൂടി അത് തകൃതിയായിട്ട് കളിച്ച് ഇനി പിന്നെ രാത്രി കുറച്ച് കഴിയുമ്പോൾ ഓളെന്നെ മടുത്തിട്ട് എണീച്ച് പോയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഓ, അച്ഛൻ്റെ പുതിയ ഡ്രസ്സ് ഷുട്ടു, അച്ഛൻ്റെ പുതിയ ഡ്രസ്സ്. ഊരിക്കോ, സീസോ മാതിരി ഊരിക്കോ. നിങ്ങൾ കാല് നീട്ടിയൊക്കെ എന്നാലും ഊരാൻ പറ്റും. എടുത്തിട്ടോ അപ്പൂ പിച്ചോ ഇന്ന വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന പോലെ വീണ് ഷുട്ടു അപ്പു. അപ്പോൾ ഇതാ നമ്മൾ ഷുട്ടുപ്പിൻ്റെ കളിയെല്ലാം കഴിഞ്ഞ് മേലെത്തി. ഞാൻ ഇന്ന് പിന്നെ വേറെ ഒന്നും വന്നേരം എടുത്തിട്ടില്ല. ഫുഡെല്ലാം നമ്മൾ കഴിച്ചു. വന്നിട്ട് ഉച്ചക്കുള്ളതൊക്കെ തന്നെ കഴിച്ചു. ഇന്ന് വേറെ ഒന്നും ആക്കാനൊന്നുമില്ല, തീരെ വയ്യായിരുന്നു. ഇപ്പോൾ ഒരു ഗുളിക കുടിച്ചപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇന്നത്തെ നമ്മളൊരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയില്ല.